വയനാട് മാനന്തവാടിയിൽ 30 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. താരക AUP സ്കൂളിലെ കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ അനുഭവപ്പെട്ടത്. വിവരങ്ങൾ അനീസ് അലി നൽകും വയനാട്ടിൽ നിന്നും. അനീസ്, ഈ കുട്ടികളുടെ നില ഇപ്പോഴെങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ? അജി, ഇന്ന് കുട്ടികൾ 65ഓളം കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പല കുട്ടികളും ഇതിനകം തന്നെ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. ദ്വാരക AUP സ്കൂളിലെ 65ഓളം വിദ്യാർത്ഥികൾക്കാണ് ഈ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയത്. അവർ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ്, ഇന്നലെ ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് ഈ വിഷബാധ ഏറ്റത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇന്ന് രാവിലെ തന്നെ കുട്ടികൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. രാവിലെ 10 മണി മുതൽ തന്നെ വിദ്യാർത്ഥികളിൽ ചിലർ ഛർദ്ദിക്കുകയും പനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വൈകുന്നേരമായതോടുകൂടി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അസുഖം വന്നു. അതേ തുടർന്ന് ആദ്യം തന്നെ അവിടെ പീച്ചങ്കോടുള്ള പൊരുന്നന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഇവരെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു. അവിടെ സൗകര്യം കുറവായതുകൊണ്ട്, ജീവനക്കാരുടെ കുറവും ഇന്നുണ്ടായിരുന്നത് കൊണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കും വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു. 2 ആശുപത്രികളിലും കൂടിയായി ഇതുവരെ ചികിത്സ തേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 65 ആയിട്ടുണ്ട്. എന്തായാലും ഈ 65 വിദ്യാർത്ഥികളിൽ പല വിദ്യാർത്ഥികളും ചികിത്സ തേടി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആർക്കും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രി OR കേളു മാനന്തവാടി മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയും അധികൃതരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അജി, ശരി. അനീസ് അലിയാണ് വിവരം.